നമസ്കാരം. തനുസ് പി എസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP UP എക്സാം എഴുതുന്ന എല്ലാവർക്കും വേണ്ടി സൈക്കോളജി പോർഷൻസ് മാത്രം അടങ്ങിയൊരു കണ്ടൻറ്റാണിത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡെന്ന് പറയുന്നത് 60/2016 അപ്പോൾ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വെച്ചിട്ടുള്ള സൈക്കോളജി കണ്ടൻറ്റ് വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 81 ആണ്. സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? അബ്രഹാം മാസ്ലോ ആണ് സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അബ്രഹാം മാസ്ലോ. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് 3 തലങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് ഈദ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ. ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? സുഖേച്ഛയുടെ അടിസ്ഥാനത്തിലാണ്. അടുത്തത്, ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏതാണ്? ഓർമ്മയുമായി ബന്ധപ്പെട്ട് ആൻസർ കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൃഷ്ടിക്കുന്നത് പര്യാപ്തമാണ്. കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നത് പര്യാപ്തമാണ്. അടുത്തത്, പ്രൈമറി ക്ലാസ്സുകളിൽ പഠനം എങ്ങനെയായിരിക്കണമെന്ന ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ്? ആൻസർ കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. അടുത്തത്, സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ആൽബർട്ട് ബെന്തുര. സാമൂഹിക പഠനം ആൽബർട്ട് ബെന്തുരയാണ്. എറിക് എറിക്സൻ്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത അല്ലെങ്കിൽ കുറ്റബോധം. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ്? എറിക് എറിക്സൻ്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത അല്ലെങ്കിൽ കുറ്റബോധം. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ്? ആൻസർ ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയം ഇരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം. സന്നദ്ധത അല്ലെങ്കിൽ കുറ്റബോധം എന്ന പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? സന്നദ്ധത അല്ലെങ്കിൽ കുറ്റബോധം തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ കുട്ടിയെ പ്രാപ്തനാക്കുന്നു. അതിനുവേണ്ടി എന്ത് കാര്യമാണ് തടസ്സം നിൽക്കാൻ പോകുന്നത്? എന്തായിരിക്കണം ഒരു കാരണം? ഇവിടെ പറഞ്ഞേക്കുന്നതിലൊരു കാരണം എന്താണ്? ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയം ഇരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നത് പിയാഷെ ഉപയോഗിക്കുന്ന പദം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ സ്വാംശീകരണം. പിയാഷെ ഉപയോഗിക്കുന്ന പദമാണെന്ന് സ്വാംശീകരണം എന്നുള്ളത്. കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നത്, നേരത്തെ അവരിൽ ഉണ്ടായിരുന്ന അറിവുകൾ അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? പുതിയ അറിവിനെ അല്ലെങ്കിൽ അനുഭവങ്ങളെ വ്യാഖ്യാനിക്കുന്നു. അതാണെന്ത്? വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദമാണെന്ത്? സ്വാംശീകരണം. നെക്സ്റ്റ് വൺ, നിങ്ങൾ ക്ലാസ് PTA യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത് ഏതിനായിരിക്കും? കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും എന്നുള്ളതാണ്. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. പ്രായോഗിക ബുദ്ധിമാപനം ആൽഫ്രഡ് ബിനെയാണ്. അപ്പോൾ നെക്സ്റ്റ്, ഫലപ്രദമായ പഠനത്തിന് പ്രധാനമായൊരു ഘടകമാണ് സ്കൂൾ അന്തരീക്ഷം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്കൂൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം ഏതാണ്? ആൻസർ കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നതാണ്. നെക്സ്റ്റ്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഹൊവാർഡ് ഗാർഡർ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്താണ്? ഹൊവാർഡ് ഗാർഡനർ. ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏതാണ്?
ആൻസർ അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയരൂപീകരണ തടസ്സം സൃഷ്ടിക്കും. അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയരൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും. നെക്സ്റ്റ്, മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണെന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്? മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണെന്ന് പറഞ്ഞതാരാണ്? നോം ചോസ്കി. മനുഷ്യൻ ജനിക്കുന്നത് ഭാഷകളെ ബന്ധപ്പെട്ട് വരുന്ന ഏകദേശമൊക്കെ നോം ചോസ്കിയാണ്. ഭാഷാ പഠന സംവിധാനത്തോടെയാണെന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്? നോം ചോസ്കി. നെക്സ്റ്റ്, വിമർശനാത്മക ചിന്തയുമായി രൂപപ്പെടാത്തത് ഏതാണ്? പൊരുത്തപ്പെടാത്തത് ഏതാണ്? ശരി ഉത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക എന്നാണ്. വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ശരി ഉത്തരങ്ങളിലെ കുട്ടികളെ നയിക്കുക. ഈ കൊടുത്തേക്കുന്ന ഓപ്ഷൻസിൽ വെച്ചിട്ടാണ് ആൻസർ എഴുതിയത്. നെക്സ്റ്റ്, അനുയോജ്യമല്ലാത്ത കൈത്താങ്ങ് സ്കഫോൾഡിംഗ് ഏതാണ്? കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നാണ്. അനുയോജ്യമല്ലാത്ത സ്കഫോൾഡിംഗ് ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇനി പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലാവണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലാവണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ജെറോമസ് ബ്രൂണറാണ്. പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലാവണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ജെറോമസ് ബ്രൂണർ. നെക്സ്റ്റ്, കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാനിടയില്ലാത്തത് എന്താണ്? ആൻസർ, നിയമങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും. നിയമങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും എന്നുള്ളതാണ് പരിഗണിക്കാത്ത സാധനം. ഇനിയും ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായിട്ടാണ്. ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണ് ഉള്ളത്. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനറ്റിക് വേരുകളാണ് ഉള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായിട്ടാണ്. ഭാഷകളും ചിന്തയും. ഇങ്ങനെ ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടെയാണ്? പിയാഷെയുടേതാണ്. ഭാഷയും ചിന്തയും കുറിച്ച് ജനറ്റിക്കലി കൂടുതൽ പറയുന്നത് ആര് തന്നെയാണ്? പിയാഷെയാണ്. സമായോജന തന്ത്രങ്ങളിലൊന്നാണ് പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതൊക്കെയാണ്? ആൻസർ, സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക. എന്നാണ് സമായോജന തന്ത്രങ്ങളിൽ നോക്കുന്നത്. പ്രക്ഷേപണവുമായി ബന്ധിക്കുന്നത് യോജിക്കുന്നത് ഏതായിരിക്കണം? പ്രക്ഷേപണം. സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണിത് പ്രക്ഷേപണം. ആ പ്രക്ഷേപണവുമായി യോജിക്കുന്ന പ്രവൃത്തി എന്താണ്? സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുന്നതാണ് പ്രക്ഷേപണവുമായി ബന്ധിക്കുന്നത്. ഇനി ഏതുതരം വിലയിരുത്തലാണ് അതീത ചിന്ത മെറ്റാകോഗ്നിഷൻ സാധ്യതകളുള്ളത്? ഏതുതരം വിലയിരുത്തലിലാണ് അതീത ചിന്ത മെറ്റാകോഗ്നിഷൻ? ഏതാണ്? വിലയിരുത്തൽ തന്നെ പഠനം. ഏതൊരു വിലയിരുത്തലാണ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയും. 60/2016 ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് വരുന്നത്. അടുത്തത് 171/2016 ഇത് UP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമാണ്. ഓക്കെ, എൻ്റെ പ്രൊഫഷണലിലേക്ക് വെച്ചിട്ടുണ്ട്. 171/2016 ക്വസ്റ്റ്യൻസ്. 81 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നോക്കാം. താഴെ പറയുന്നവയിൽ പഠന വൈകല്യമല്ലാത്തത് ഏതാണ്? ഡിസ്ലെക്സിയ, അനോറെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. പഠന വൈകല്യം അല്ലാത്തത് ഏതാണ്? ഇതിനകത്ത് അനോറെക്സിയാണ് പഠന വൈകല്യം അല്ലാത്തത്. കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനം ഏതാണ്? കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനം ഏതാണ്? ആൻസർ, അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു.
അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. അടുത്തത്, പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവയുടേതുപോലെ ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? പ്രാക് മനോവ്യാപാര ഘട്ടം. പിയാഷയുടെ ഘട്ടങ്ങൾ കുറേ ഉള്ളത് ഒരു ഘട്ടമാണ് ഇത് പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ആ ഘട്ടത്തിൽ എന്ത് പറയുന്നത്, ജീവനില്ലാത്തവർക്കും ജീവനുള്ളതുപോലെ തന്നെ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവയെപ്പോലെ തന്നെ ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നു. ഒരു ഘട്ടമാണിത് പ്രാക് മനോവ്യാപാര ഘട്ടം. പ്രാക് മീൻസ് പ്രാക് മനോവ്യാപാര ഘട്ടം. അടുത്തത്, പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കും എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ വൈഗോട്സ്കി. പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞ ആരാണ്? വൈഗോട്സ്കി. ഇനി വിവ്രജന ചിന്തനം, ഡൈവേർജന്റ് തിങ്കിങ് ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? വിവ്രജന ചിന്തനം ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ത്രിമുഖ സിദ്ധാന്തം. വിവ്രജന ചിന്തനം എന്ന ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം ഏതാണ്? ത്രിമുഖ സിദ്ധാന്തമാണത്. അവിടെ ഏതാണ് ആ ബുദ്ധി സിദ്ധാന്തത്തിൽ വരുന്ന ആളെന്ത്? വിവ്രജന ചിന്തനവും ബുദ്ധി സിദ്ധാന്തവും ത്രിമുഖ സിദ്ധാന്തവും ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കണം. ഇനി, ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലകളിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ് അഭിക്ഷമത. ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണുള്ളത്. അഭിക്ഷമത എന്ന് പറയും. ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയുമെന്ന സൂചനയാണ് അഭിക്ഷമത. നെക്സ്റ്റ്, കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കാൻ ഏത് മാർഗമാണ് അഭിലഷണീയം? ആൻസർ പേടിയുണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിലേർപ്പെടാൻ നൽകുക. നെക്സ്റ്റ്, ഫ്രോയിഡൻ വീക്ഷണമനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴവുകൾക്കും കാരണം എന്താണ്? ദമനമാണ്, റിപ്രഷനാണ്. വീക്ഷണമനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴവുകൾക്കും കാരണം ദമനമാണ്. നെക്സ്റ്റ്, തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിപ്പിക്കുന്നു? തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിപ്പിക്കുന്നു? അല്ലേ? ഏതാണ്? ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി. നെക്സ്റ്റ്, ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ ഒരാളാണ്, പ്രധാനിയാണ് ആര്? ഹിപ്പോക്രാറ്റസ്. ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പേഴ്സണാലിറ്റിയെ അവർ വിശദീകരിച്ചേക്കുന്നത്. നെക്സ്റ്റ്, ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറഞ്ഞതിൽ ഏതുദാഹരണമാണ്? മുഖ്യ സവിശേഷകം കാർഡിനൽ ട്രേറ്റ്. ശ്രീബുദ്ധനിലെ അഹിംസ മുഖ്യ സവിശേഷം, കാർഡിനൽ ട്രേറ്റ്. ഇനി, ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ളപൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്ന് മാത്രമല്ല, വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ എന്ത് സമായോജന തന്ത്രമാണ് അധ്യാപിക ഉപയോഗപ്പെടുത്തിയത്? എന്താണ്? ഉദാത്തീകരണം, സബ്ലിമേഷൻ. എന്താണത്? സബ്ലിമേഷൻ. ഏത് സമായോജന തന്ത്രമാണത് ഉപയോഗപ്പെടുത്തിയത്? അവിടെ ഉദാത്തീകരണം. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനും സമായോജനത്തെക്കുറിച്ചൊരു കണ്ടൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമായോജനം എന്നുള്ള കണ്ടൻറ്റ് നന്നായിട്ടത് റെഫർ ചെയ്യണം. ഉദാത്തീകരണം എന്നാണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ്, ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് എന്താണ്? ധനപ്രബലകമാണ്. എന്താണത്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് എന്താണ്? ധനപ്രബലകമാണ്. ഇനി, അഹവും ആത്മക അഹവും ഐഡിയൽ സെൽഫ് തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് സിദ്ധാന്തിച്ചത്. അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് സിദ്ധാന്തിച്ചത്. ആരാണിത്? കാൾ റോജേഴ്സ്. അഹവും ഐഡിയൽ സെൽഫും, സെൽഫ് ആൻഡ് ഐഡിയൽ സെൽഫ് എന്താണ്? കാൾ റോജേഴ്സ്. ഇനി, കണ്ടെത്തൽ പഠനം താഴെ പറഞ്ഞാൽ ആരുടെ സംഭാവനയാണ്? ജെറോം ബ്രൂണർ. കണ്ടെത്തൽ പഠനം ജെറോം ബ്രൂണർ. അങ്ങനെ കുറച്ച് പദങ്ങൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കിട്ടും. എന്നാൽ കുറച്ച് എല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കണ്ടെത്തൽ പഠനം എന്ന് പറയുമ്പോൾ ജെറോം ബ്രൂണർ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്?
വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം, സഹവർത്തിത്വ പഠനം, സ്കഫോൾഡിംഗ്, നിരീക്ഷണ പഠനമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. പരിക്രമീകൃത ബോധനം, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അപ്പാരൻറ്റ് കണ്ടീഷനിങ്. പരിക്രമീകൃത ബോധനം മീൻസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അപ്പാരൻറ്റ് കണ്ടീഷൻ. നമ്മൾ അപ്പാരൻറ്റ് കണ്ടീഷനിങ് ഒക്കെ പഠിക്കുമ്പോൾ അതിങ്ങനെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ പഠിച്ച് വന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഇത് കാണാതെ പഠിച്ച് നമുക്ക് ഒരിക്കലും മറ്റ് ക്വസ്റ്റ്യൻസിനെ പോലെ കാണാതെ പഠിച്ചിട്ട് എഴുതാൻ പറ്റത്തില്ല. ഒരെണ്ണം ചിലതൊക്കെ പറ്റും, ചിലത് പറ്റില്ല. ആ ഒരു കണ്ടൻറ്റ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണ് സിദ്ധാന്തിച്ചത് ആരാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞനാണ്. പഠനം നടക്കുന്ന ഉൾക്കാഴ്ച, ഇൻസൈറ്റ് ലേണിംഗ്, ഇൻസൈറ്റ് കൊണ്ടാണെന്ന് പറഞ്ഞത് ആരാണെന്ന്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. ഗസ്റ്റാൾട്ട്. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം കുറയുന്നു. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം കുറയുന്നു. ഇനി ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? സ്ഥിരതയാണ്. സ്ഥിരത ആണ്. ഏതാണത്? ആൻസർ സ്ഥിരതയാണ്. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്ത ഏതാണ്? സ്ഥിരതയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നെക്സ്റ്റ് ക്ലാസ്. See you next class. Thank you.